എന്റെ വിശ്വാസം 20,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് പോകും. 20,000 കൂടുതൽ ഭൂരിപക്ഷത്തിൽ പാലായിൽ NDA സ്ഥാനാർത്ഥി ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന മാർച്ച് 18-ാം തീയതി 20,000 കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം പാലായിൽ 18 ദിവസമാണ്. അല്ലെങ്കിൽ കൂടാം പാലായിൽ താമര വിരിയും സംശയമാണ്. പാലായിൽ മാത്രമല്ലല്ലോ, കോട്ടയം ജില്ലയിൽ കുറെ താമരകളുണ്ട്. ഇന്നലെ വന്നു എന്നുള്ളതാണ് ഒരു പാർട്ടി. ഒരാളുടെ കഴിവും അയാളുടെ എക്സ്പീരിയൻസും മാത്രമല്ല. ഈ രണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാം. ഇന്ന് 18-ാം തീയതി 25 മാസവും 18 ദിവസമായി ഞാൻ ഈ പാർട്ടി വന്നു. ഞാൻ 25 മാസവും 18 ദിവസവും നല്ല വൃത്തിയായി പണിയെടുത്തു. അതിന്റെ പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്, കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പാലാ പോലൊരു സീറ്റില് ഞാൻ ആ ഫൈറ്റ് ഏറ്റെടുത്താണ് വന്നത്. NT രമേശ് സീറ്റ് വേണമെന്ന് എവിടെ പറഞ്ഞാലും അദ്ദേഹത്തിന് സീറ്റ് വേണം. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുന്ന ആരാധന അദ്ദേഹം മത്സരിക്കുന്ന വേണ്ടയോ എന്നുള്ള കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അപ്പം പാർട്ടിയുടെ സീനിയർ ലീഡേഴ്സ് മത്സരിക്കാൻ പോകുമ്പോൾ എന്നോട് ജനുവരി മാസം വരെ എന്നോട് പറഞ്ഞിരുന്നു ഷോൺ മത്സരിക്കണ്ട, ഷോൺ സംഘടനാ കാര്യങ്ങൾ നോക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. ജനുവരി മാസം കഴിഞ്ഞ് പലരും ഷോൺ മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. പലരും ശ്രദ്ധിക്കാൻ പറഞ്ഞത് ജനുവരി മാസം. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് പാർട്ടി കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഇപ്പൊ ജോർജ് കുര്യൻജി, ഞാൻ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് ഇലക്ഷൻ റിസൾട്ട് വന്നു. സുരേഷ് ഗോപി ജയിച്ചു. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നടത്തുകൊണ്ടിരിക്കും. ഞാനും അദ്ദേഹം കൂടെ സൈഡിൽ പത്രസമ്മേളനം നടക്കും. ഞാൻ അദ്ദേഹം കൂടെ സൈഡിൽ പോകും. ഞാനും ചേട്ടൻ ഡൽഹിക്ക് പോകുന്നുണ്ട്. ഞാൻ പോയിട്ട് സത്യപ്രതിജ്ഞ പരിപാടിക്ക് പോകുന്നു. എല്ലാവരും മാനേജ് ചെയ്യേണ്ടത് അദ്ദേഹം ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് ചോദിച്ചു, ഞാൻ പോയിട്ട് വരാം, എനിക്ക് വയ്യ സത്യം, എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോയ മനുഷ്യന് അവിടെ റെസ്റ്റ് ഹൗസിൽ രാവിലെ 9 മണിക്കാണ് കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞ് പോകുന്നത്. അങ്ങനെ ഒരു പാർട്ടിയെ ഒന്ന് പറയാൻ പറ്റില്ല. ഞാൻ കാര്യം പറയട്ടെ, ഒരു കേന്ദ്രമന്ത്രിയോട്, MP അല്ല, കേന്ദ്രമന്ത്രിയോട് വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പറഞ്ഞാൽ ഇതുപോലെ വന്ന് മത്സരിക്കും, എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാണ് അതിനുള്ള സംവിധാനം. പക്ഷെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കേണ്ട അവിടെയാണ്. ഈ പാർട്ടിയോട് അത്രയും വിധേയത്വമുള്ള പാർട്ടി എന്ത് പറഞ്ഞാൽ നാളെ രാവിലെ രാജിവെക്കാൻ പറഞ്ഞാൽ നാളെ രാവിലെ രാജിവെക്കും, നാളെ രാവിലെ ഇന്നത് മത്സരിക്കാൻ പറഞ്ഞാൽ ഇന്നത് മത്സരിക്കും, പഞ്ചായത്തിനോട് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കാൻ ബാധ്യസ്ഥരാണ്.